സംസ്ഥാനത്ത് നിന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുമുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയും വളരെയേറെയാണ്. കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി വർദ്ധിക്കുന്നതും കാലവർഷത്തെ സ്വാധീനിക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ 1-ാം തീയതി വരെ മീൻ പിടിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതുകൊണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. മഴയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി, മഴയുടെ കെടുതികൾ വാർത്തകളുടെ ആഴത്തിൽ പരിശോധിക്കുന്നതിനുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, കോഴിക്കോട് നിന്ന് ദീപക് തർപ്പണം, പത്തനംതിട്ടയിൽ നിന്ന് EV ജയശങ്കർ, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ എന്നിവർ തത്സമയം ചേരുകയാണ്. ആദ്യം MG പ്രതീഷിലേക്ക്. കേരളത്തിൽ പൊതുവെ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? കെടുതികളുടെ വാർത്തകൾ അതിരാവിലെ തന്നെ വന്നു തുടങ്ങിയോ പ്രതീഷ്? തിരുവനന്തപുരം ജില്ലയിൽ എങ്ങനെയാണ് മഴയുടെ സാന്നിധ്യം? സംസ്ഥാനത്ത് കാലവർഷം കൂടുതൽ ശക്തമാവുകയാണ്. അതിതീവ്ര മഴ മിക്ക ജില്ലകളിലും ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് 4 ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ആ 10 ജില്ലകളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ ബംഗാൾ ഉൾക്കടലിൽ നിലവിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ മിക്ക ജില്ലകളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ തീരദേശ മേഖലകളിലുള്ളവരും മലയോര മേഖലകളിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ മാറി താമസിക്കണമെന്നും ക്യാമ്പുകളിലേക്ക് പോകാൻ പറ്റുന്നവർ ക്യാമ്പുകളിലേക്ക് പോകണമെന്നുമാണ് ഇതിനോടകം റവന്യൂ വകുപ്പും അറിയിച്ചിരിക്കുന്ന കാര്യം. തീരമേഖലകളിലും പ്രത്യേക ജാഗ്രത വേണം. ഈ കാലവർഷത്തിനൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസം തീരമേഖലകളിൽ നിലനിൽക്കുന്നുണ്ട്. 3.7 മീറ്റർ വരെ ഉയരത്തിൽ ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നതാണ് മുന്നറിയിപ്പ്. ജൂൺ 1 വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ജാഗ്രത കൃത്യമായി മത്സ്യത്തൊഴിലാളികളും പാലിക്കണം. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പത്തനംതിട്ടയിലൊക്കെ തന്നെ അതീവ ജാഗ്രത വേണമെന്നതാണ് അറിയിച്ചിരിക്കുന്ന കാര്യം. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം. ഇതിനോടകം തന്നെ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിട്ടുണ്ട്. ഈ ഖനന പ്രവർത്തനങ്ങൾക്കടക്കം ജില്ലാ ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടവും നടത്തുന്നുണ്ട്. എന്തായാലും ഈ വരുന്ന 4 ദിവസം കൂടി അതിതീവ്ര മഴ സംസ്ഥാനത്ത് തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. SKN നൽകിയത്. വടക്കൻ കേരളത്തിൽ മഴ കനക്കുന്നു എന്നാണ് വാർത്ത. പലയിടങ്ങളിലും അതിതീവ്ര മഴയെ നേരിടേണ്ട അവസ്ഥ സാഹചര്യം നിലനിൽക്കുന്നു. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മണം. എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്? മഴക്കെടുതികളുടെ കൂടുതൽ വാർത്തകൾ വരുന്നുണ്ടോ മലബാർ മേഖലയിൽ? വെരി ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ തന്നെ മലബാറിലെ എല്ലാ ജില്ലകളിലും ഇടവിട്ടുകൊണ്ട് അതിശക്തമായ മഴ പെയ്യുകയാണ്. ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് ബീച്ചിലാണ് SKN. ബീച്ചിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു വള്ളം പോലും ഇന്ന് മത്സ്യബന്ധനത്തിന് കോഴിക്കോട് നിന്നും പോയിട്ടില്ല. ഇതുതന്നെയാണ് മറ്റ് തീരമേഖലയിലെയും അവസ്ഥ. കാരണം കൃത്യമായ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു, മത്സ്യബന്ധനം പാടില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തെ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ തീരപ്രദേശം അപകടകരമായ സാഹചര്യത്തിലാണ്. കാരണം വലിയ രീതിയിൽ കടൽ പ്രക്ഷുബ്ധമായി കയറാൻ സാധ്യതയുണ്ട്. ഉൾക്കടലിലാണെങ്കിൽ വലിയ രീതിയിലുള്ള കടൽ പ്രക്ഷുബ്ധമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനം ഒരർത്ഥത്തിലും സാധ്യമല്ല. ചെറുവള്ളങ്ങൾ മുതൽ മിഷൻ ബോട്ടുകൾ വരെയുള്ള ഒന്നും പോകാൻ പാടില്ല എന്നുള്ളതാണ് നിർദ്ദേശം. നമ്മൾ ഈയിടെയാണ് കപ്പൽ പോലും വെള്ളത്തിൽപ്പെട്ടു പോയത്. അതുകൊണ്ട് വലിയ കപ്പലുകൾ പോലും വെള്ളത്തിലേക്ക് പോകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്ര അതിരൂക്ഷമായ രീതിയിൽ കടൽക്ഷോഭം ഉൾക്കടലിൽ പുറംകടലിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പാലിക്കാനും മത്സ്യത്തൊഴിലാളികൾ തയ്യാറായിട്ടുണ്ട്. SKN കോഴിക്കോട് നിന്നും ഒരു വള്ളം പോലും ഇന്ന് പോയിട്ടില്ല. എനിക്ക് പുറകിലുള്ള കടലിൽ കാണാം, കടൽ പ്രക്ഷുബ്ധമായി ഇങ്ങനെ തിരമാല അടിക്കുന്നു എന്നല്ലാതെ ഒരു ബോട്ട് പോലും, സാധാരണ ഈ സമയമാകുമ്പോൾ വള്ളങ്ങൾ അനവധി നീങ്ങുന്നതാണ്, പക്ഷേ ഒന്നുപോലും ഇന്നുണ്ടായിട്ടില്ല. മറ്റൊന്ന് മഴയുടെ കാര്യത്തിൽ കാസർഗോഡ് മഴ പെയ്യുന്നുണ്ട്, കണ്ണൂരിൽ മഴയുണ്ട്, കോഴിക്കോട് ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ഇടവേളയായിട്ടുണ്ട്. പക്ഷേ പുലർച്ചെ അതിശക്തമായ മഴയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ മലപ്പുറത്തും വയനാട്ടിലും നല്ല മഴയാണ് ഇന്നലെ രാത്രിയും. ക്ഷമിക്കണം,
നമ്മുടെ സുർജിത് അയ്യപ്പത്ത് തരുന്ന വിവരം അനുസരിച്ച് രാത്രി അതിശക്തമായ മഴയാണ്. ഈ ചൂരൽമല പരിസരം, ആ പരിസരത്തും വലിയ രീതിയിലുള്ള മഴ ശക്തമായിട്ടുണ്ട്. ചെറിയ രീതിയിൽ എന്താ പറയുക, ആശങ്കകൾ ഉള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷേ എന്നാൽ അധികൃതർ പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ കടൽ തീരത്തുള്ള അതേ ജാഗ്രത മലയോര മേഖലയിലും വേണമെന്നുള്ളതും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.